Hi all, welcome to Bioclass. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രഷർ കൺട്രോൾ ഇന്റഗ്രേറ്റഡ് സിസ്റ്റം എന്നുള്ള ടോപ്പിക്കാണ്. HSST സുവോളജിയുടെയും ബോട്ടണിയുടെയും ഓൺലൈൻ കോച്ചിങ് അവൈലബിൾ ആണ്. ഡിഗ്രി PG ലെവൽ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലാസ്സിനോടൊപ്പം PDF നോട്ട്സും ടെസ്റ്റ് സീരീസും ഉണ്ടായിരിക്കുന്നതാണ്. എക്സാം വരെയാണ് കോഴ്സിന്റെ വാലിഡിറ്റി വരുന്നത്. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ആപ്പിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഡയറക്റ്റായി അതിൽ നിന്നും കോഴ്സ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ടോപ്പിക് പ്രഷർ കൺട്രോൾ ഇന്റഗ്രേറ്റഡ് സിസ്റ്റം. പ്രഷർ കൺട്രോൾ ഇന്റഗ്രേറ്റഡ് സിസ്റ്റം. Arterial pressure is regulated not by a single pressure controlling system. ആർട്ടേറിയൽ പ്രഷർ എന്ന് പറയുന്നത് റെഗുലേറ്റ് ചെയ്യുന്നത് ഒരു സിംഗിൾ സിസ്റ്റം വഴിയല്ല, ബട്ട് ഇൻസ്റ്റഡ് ബൈ സെവറൽ ഇന്റർ റിലേറ്റഡ് സിസ്റ്റം ഈച്ച് ഓഫ് വിച്ച് പെർഫോംസ് എ സ്പെസിഫിക് ഫങ്ഷൻ. അതായത് നമ്മുടെ പ്രഷർ BP എന്ന് പറയുന്നത് റെഗുലേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിൽ പല മെക്കാനിസംസ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് ആർട്ടേറിയൽ പ്രഷർ ഇസ് റെഗുലേറ്റഡ് നോട്ട് ബൈ എ സിംഗിൾ പ്രഷർ കൺട്രോളിംഗ് സിസ്റ്റം ബട്ട് ഇൻസ്റ്റഡ് ബൈ സെവറൽ ഇന്റർ റിലേറ്റഡ് സിസ്റ്റംസ് ഈച്ച് ഓഫ് വിച്ച് പെർഫോംസ് എ സ്പെസിഫിക് ഫങ്ഷൻ. ഓക്കെ, അതായത് പല ഇന്റർ റിലേറ്റഡ് സിസ്റ്റംസും നമ്മുടെ ശരീരത്തിലുണ്ട്. ഇത് ഫങ്ഷൻ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ആർട്ടേറിയൽ പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നത്. The pressure control mechanisms are, first one is baroreceptor feedback mechanism. Baroreceptor feedback mechanism. Then the central nervous system ischemic mechanism. Central nervous system ischemic mechanism. Chemoreceptor mechanism. Third one is chemoreceptor mechanism. And last one is hormonal mechanism. Okay, അപ്പോൾ ഈ 4 മെക്കാനിസംസ് വഴിയാണ് ആർട്ടീരിയൽ പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നത്. ഇതിൽ ഓരോന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ദ ബാരോറിസെപ്റ്റർ ഫീഡ്ബാക്ക് മെക്കാനിസം. പ്രഷർ സെൻസിറ്റീവ് റിസെപ്റ്റേഴ്സ് കോൾഡ് baroreceptors are present in the aorta, internal carotid arteries and other large arteries in the neck and chest. Baroreceptors എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ they are pressure sensitive receptors. Baroreceptors are pressure sensitive receptors and they are present in the aorta, internal carotid arteries and other large arteries in the neck and chest region. Baroreceptor reflex changes peripheral resistance, heart rate and stroke volume in response to changes in the blood pressure. Baroreceptor reflex changes the peripheral resistance, heart rate, then stroke volume in response to the changes in blood pressure. അടുത്തതായി പറയുന്നത് ബാരോറിസെപ്റ്റർ ഫീഡ്ബാക്ക് മെക്കാനിസത്തിന്റെ സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം. ബാരോറിസെപ്റ്റേഴ്സ് ഇൻ ദി കരോട്ടിഡ് സൈനസ് ആൻഡ് അയോട്ടിക് ആർ മോണിറ്റർ ദ ബ്ലഡ് പ്രഷർ. ബാരോറിസെപ്റ്റേഴ്സ് ഇൻ ദ കരോട്ടിഡ് സൈനസ് ആൻഡ് അയോട്ടിക് ആർ മോണിറ്റർ ദ ബ്ലഡ് പ്രഷർ. ആദ്യം എന്ത് ചെയ്യുന്നു? കരോട്ടിഡ് സൈനസിലും ദെൻ അയോട്ടിക് ആർട്ടിലും ഉള്ള ബാരോറിസെപ്റ്റേഴ്സ് ബ്ലഡ് പ്രഷറിനെ അല്ലെങ്കിൽ ആർട്ടീരിയൽ പ്രഷറിനെ മോണിറ്റർ ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ നോക്കാം. ആക്ഷൻ പൊട്ടൻഷ്യൽസ് ആർ കണ്ടക്ടഡ് ബൈ ദ ഗ്ലോസോഫാരൻജിയൽ ആൻഡ് വാഗസ് നെർവ്സ് ടു ദ കാർഡിയോ റെഗുലേറ്ററി ആൻഡ് വാസോമോട്ടോർ സെന്റേഴ്സ് ഇൻ ദ മെഡുല്ല ഒബ്ലോങ്കേറ്റ. I repeat, the action potentials are conducted by the glossopharyngeal and vagus nerves to the cardio-regulatory and vasomotor centers. Cardio-regulatory and vasomotor centers in the medulla oblongata. അതായത് ആക്ഷൻ പൊട്ടൻഷ്യലിനെ വാഗസ് നെർവ്സും അതുപോലെ ഗ്ലോസോഫാരൻജിയൽ നെർവ്സും എവിടെ എത്തിക്കുന്നുണ്ട്? മെഡുല്ല ഒബ്ലോങ്കേറ്റയിലുള്ള കാർഡിയോ റെഗുലേറ്ററി ആൻഡ് വാസോമോട്ടോർ സെന്റേഴ്സിൽ എത്തിക്കുന്നു. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു ആക്ഷൻ പൊട്ടൻഷ്യലിനെ നമ്മുടെ വാഗസ് നെർവ്സും ഗ്ലോസോഫാരൻജിയൽ നെർവ്സും എവിടെ എത്തിക്കുന്നു? വാസോമോട്ടോർ സെന്റേഴ്സിനും അതുപോലെ തന്നെ കാർഡിയോ റെഗുലേറ്ററി സെന്റേഴ്സിലും എത്തിക്കുന്നു. Cardio regulatory centers and vasomotor centers present in the medulla oblongata. Then increased parasympathetic stimulation of the heart decreases the heart rate. Increased parasympathetic stimulation of the heart decreases the heart rate. Okay, heart rate decrease ചെയ്യുന്നു. Then increased sympathetic stimulation of the heart increases the
heart rate. Okay, increased sympathetic stimulation. Sympathetic stimulation increase ചെയ്യുമ്പോൾ ഇത് എന്തിന് കാരണമാവുന്നു? ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ കാരണമാവുന്നു. അതുപോലെ തന്നെ സ്ട്രോക്ക് വോളിയവും ഇൻക്രീസ് ചെയ്യാൻ കാരണമാവുന്നു. ക്ലിയർ? തേർഡ് പോയിന്റിൽ നമ്മൾ പറഞ്ഞത് increased parasympathetic stimulation of the heart decreases the heart rate. But increased sympathetic stimulation of heart increases the heart rate and stroke volume. Last point, increased sympathetic stimulation of blood vessels increases the vasoconstriction. Okay, increased sympathetic stimulation of blood vessels increases the vasoconstriction. Okay, then next is negative feedback regulation of blood pressure by baroreceptor reflexes. ഇതിന്റെ ഒരു ഫ്ലോ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഡിക്രീസ് ഇൻ ബി പി, ആദ്യം ബി പി ഡിക്രീസ് ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലോ ബി പി ആയിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ബാരോറിസെപ്റ്റേഴ്സ് ലെസ് സ്ട്രെച്ച്ഡ്, and it leads to the decrease in input to the CV center. It decreased input to the CV center. CV center എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർഡിയോവാസ്കുലാർ സെന്റർ ആണ്. ഓക്കെ, കാർഡിയോവാസ്കുലാർ സെന്റർ ആണ് CV സെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. Then output is increased sympathetic and decreased parasympathetic. That leads to the increase in the release of NE and E. NE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർ എപ്പിനെഫ്രിൻ ആണ്. E എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പിനെഫ്രിൻ ആണ്. Okay, these are the two hormones released from the adrenal medulla. ഈ രണ്ട് ഹോർമോൺസും എവിടുന്നാണ് റിലീസ് ചെയ്യുന്നത്? അഡ്രിനാൽ മെഡുലയിൽ നിന്നാണ് ഈ രണ്ട് ഹോർമോൺസും റിലീസ് ചെയ്യുന്നത്. As a result of this, HR, SV and cardiac output increased. Okay, HR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. HR എന്ന് പറഞ്ഞാൽ ഹാർട്ട് റേറ്റ് ആണ്. ഓക്കെ, ദെൻ SV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? സ്ട്രോക്ക് വോളിയാണ്. ഓക്കെ, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സ്ട്രോക്ക് വോളിയം, ദെൻ കാർഡിയാക് ഔട്ട്പുട്ട്, ഈ മൂന്ന് കാര്യവും എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ദെൻ സ്ട്രോക്ക് വോളിയം ഇൻക്രീസ് ചെയ്യുന്നു, കാർഡിയാക് ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ ദിസ് ലീഡ്സ് ടു വാസോ കൺസ്ട്രിക്ഷൻ, ഇതിന്റെ ഫലമായിട്ട് വാസോ കൺസ്ട്രിക്ഷൻ നടക്കുന്നു. ദെൻ ഇൻക്രീസ് ഇൻ BP. ഓക്കെ, ബ്ലഡ് പ്രഷർ പതുക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഐ റിപ്പീറ്റ്, decrease in BP leads to the less stretch of the baroreceptors and it decreases the input to the CV center or cardiovascular center. Then output is increased sympathetic and decreased parasympathetic, and there is an increase in the NE and E, norepinephrine and E from adrenal medulla, and as a result of this the heart rate, stroke volume, cardiac output increase. This leads to vasoconstriction and there is an increase in blood pressure. Next mechanism for the regulation of blood pressure is central nervous system ischemic mechanism. Central nervous system ischemic mechanism. Nokam, if blood flow is decreased to the vasomotor center in the lower brainstem and CO2 accumulates, the central nervous system ischemic response is initiated. Okay, if blood flow is decreased to the vasomotor center in the lower brainstem and carbon dioxide accumulates, the central nervous system ischemic mechanism initiated. Very strong sympathetic stimulator causing major vasoconstriction and cardiac acceleration. Sometimes it is called as last ditch stand. ഓക്കെ, അപ്പൊ ഈ ഒരു മെക്കാനിസത്തെ ലാസ്റ്റ് ഡിച്ച് സ്റ്റാൻഡ് എന്ന് കൂടി പറയാറുണ്ട്. ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് ആർട്ടീരിയൽ പ്രഷർ റെഗുലേറ്ററി മെക്കാനിസത്തില് ലാസ്റ്റ് ഡിച്ച് സ്റ്റാൻഡ് എന്നറിയപ്പെടുന്നത് ഏത് മെക്കാനിസമാണ്? സെൻട്രൽ നെർവസ് സിസ്റ്റം ഇschemic മെക്കാനിസം ആണ്. ദെൻ സിവിയർ ഡിക്രീസ് ബ്ലഡ് ഫ്ലോ ടു ബ്രെയിൻ, ഇതിനെ ഇഷീമിയ എന്ന് പറയും. ദിസ് ലീഡ്സ് ടു ദ അക്യുമുലേഷൻ ഓഫ് CO2. This leads to the accumulation of CO2 in brain. Then excitation of the neurons vasomotor center takes place and powerful vasoconstriction occur. And as a result of this, there is an increase in blood pressure. ഇതിന്റെ ഫലമായിട്ട് ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. ഒരിക്കൽ കൂടി പറയാം, ആദ്യം ഇഷീമിയ ഉണ്ടാവുന്നു, സിവിയർ ഡിക്രീസ് ബ്ലഡ് ഫ്ലോ ടു ബ്രെയിൻ. ഇഷീമിയ എന്ന് പറഞ്ഞാൽ സിവിയർ ഡിക്രീസ് ബ്ലഡ് ഫ്ലോ ടു ബ്രെയിൻ. ഇതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് അക്യുമുലേറ്റ് ചെയ്യുന്നു ബ്രെയിനിൽ.
Then excitation of the neurons vasomotor center. This leads to powerful vasoconstriction, and as a result of this, there is an increase in blood pressure. There is an increase in blood pressure. Next is chemoreceptor mechanism. Chemoreceptors in the carotid and aortic bodies monitor the blood oxygen, CO2, pH. Okay, chemoreceptors in the carotid and aortic bodies monitor the blood oxygen, CO2 and pH. Chemoreceptors in the medulla oblongata monitor blood, carbon dioxide and pH. Okay, chemoreceptors present in the medulla oblongata monitor the blood, CO2 and pH. Decreased blood oxygen, increased carbon dioxide. Decreased blood oxygen, then increased carbon dioxide and decreased pH decrease the parasympathetic stimulation of the heart, which increases the heart rate. അപ്പോൾ നമ്മൾ കറക്റ്റ് മനസ്സിലാക്കുക. അതായത് ഡിക്രീസ്ഡ് ബ്ലഡ് ഓക്സിജൻ, ബ്ലഡിലുള്ള ഓക്സിജൻ എന്താവുകയാണ്, ഡിക്രീസ് ചെയ്യാണ്. ഓക്കെ, ഡിക്രീസ്ഡ് ബ്ലഡ് ഓക്സിജൻ. ദെൻ അടുത്ത പോയിന്റ് എന്താ പറഞ്ഞത്, ഇൻക്രീസ്ഡ് കാർബൺ ഡയോക്സൈഡ്, ഇൻക്രീസ്ഡ് കാർബൺ ഡയോക്സൈഡ്. ദെൻ ഡിക്രീസ്ഡ് പി എച്ച്. ഓക്കെ, ഡിക്രീസ്ഡ് പി എച്ച്. അപ്പോൾ ഇവിടെ പറഞ്ഞ പോയിന്റ് പി എച്ചും ഓക്സിജനും ഡിക്രീസ് ചെയ്യുന്നു, ദെൻ കാർബൺ ഡയോക്സൈഡ് ഇൻക്രീസ് ചെയ്യുന്നു. ഇതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു, ഡിക്രീസ്ഡ് പാരാസിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ ഓഫ് ദി ഹാർട്ട്. ഇറ്റ് ലീഡ്സ് ടു decreased parasympathetic stimulation of the heart, and as a result of this there will be an increase in the heart rate. Okay, heart rate increase ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പോയിന്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഒരിക്കൽ കൂടി പറയാം, ബ്ലഡിലുള്ള പി എച്ചും ബ്ലഡിലുള്ള ഓക്സിജനും എന്താവാണ്, ഡിക്രീസ് ചെയ്യാണ്. അതേസമയം കാർബൺ ഡൈ ഓക്സൈഡ് ഇൻക്രീസ് ചെയ്യുന്നു. ഇതെന്തിനു കാരണമാവുന്നു, ഡിക്രീസ് പാരാസിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ ഓഫ് ദി ഹാർട്ട്, which increase the heart rate. ഇത് ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഡിക്രീസ്ഡ് ബ്ലഡ് ഓക്സിജൻ, ഡിക്രീസ്ഡ് ബ്ലഡ് ഓക്സിജൻ, ഡിക്രീസ്ഡ് ബ്ലഡ് ഓക്സിജൻ. ദെൻ പിന്നെ പറഞ്ഞ എന്താ, ഇൻക്രീസ്ഡ് CO2, ഇൻക്രീസ്ഡ് CO2, CO2 ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ ഡിക്രീസ്ഡ് pH. ഓക്കെ, അതായത് pH ഉം ഡിക്രീസ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അല്ലെ. അതായത് പി എച്ചും ഓക്സിജനും, ബ്ലഡിലുള്ള പി എച്ചും അതുപോലെ ഓക്സിജനും ഡിക്രീസ് ചെയ്യുന്നു, ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഇൻക്രീസ് ചെയ്യുന്നു. ഇതെന്തിനു കാരണമാകുന്നു, സിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ ഓഫ് ദി ഹാർട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ബ്ലഡിലുള്ള പി എച്ചും ഓക്സിജനും ഡിക്രീസ് ചെയ്യുകയും കാർബൺ ഡൈ ഓക്സൈഡ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഇതെന്തിനു കാരണമാവുന്നുണ്ട്, ഇൻക്രീസ് ദ സിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ. നേരത്തെ നമ്മൾ പാരാസിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ ആയിരുന്നു പറഞ്ഞത് അല്ലെ. ഇവിടെ പറയുന്നത് ഇറ്റ് ഇൻക്രീസ് ദ സിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ ഓഫ് ദി ഹാർട്ട് ആൻഡ് വിച്ച് ഇൻക്രീസസ് ദ ഹാർട്ട് റേറ്റ് ആൻഡ് ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ. ഇതും ഹാർട്ട് റേറ്റിന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഫോഴ്സ് ഓഫ് കൺട്രാക്ഷനും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ഡിക്രീസ്ഡ് ബ്ലഡ് ഓട്ടോ. ഓക്കെ, ഡിക്രീസ്ഡ് ബ്ലഡ് ഓട്ടോ, അതായത് ബ്ലഡിലുള്ള ഓക്സിജൻ ലെവൽ എന്താവുന്നു, ഡിക്രീസ് ചെയ്യുന്നു. ഡിക്രീസ്ഡ് ബ്ലഡ് ഓട്ടോ. ദെൻ ഇൻക്രീസ്ഡ് CO2, CO2 എന്താവുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ ഡിക്രീസ്ഡ് pH, pH ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ pH ഡിക്രീസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ pHഉം ഓക്സിജനും, ബ്ലഡിലുള്ള pHഉം അതുപോലെ തന്നെ ബ്ലഡിലുള്ള ഓക്സിജനും ഡിക്രീസ് ചെയ്യുന്നു, ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഇതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു, ഇറ്റ് ഇൻക്രീസ് ദ സിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ്. ഓക്കെ, ഇറ്റ് ഇൻക്രീസ് ദ സിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ ഓഫ് blood vessels, which increase the vasoconstriction. Okay, it increases the sympathetic stimulation of blood vessels and which increases the vasoconstriction. Clear alle? The points are correct ആയിട്ട് പഠിക്കാം. Then next is hormonal mechanism for the regulation of blood pressure. Blood pressure regulate ചെയ്യുന്നതിനായിട്ടുള്ള ഹോർമോണൽ മെക്കാനിസം ആണ് അടുത്തതായിട്ട് നോക്കുന്നത്. ഇതിൽ രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമുക്കുള്ളത്. ഫസ്റ്റ് വൺ ഈസ് റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ മെക്കാനിസം. റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ മെക്കാനിസം. ഈ ഒരു മെക്കാനിസത്തെ നമുക്ക് ഇതുകൂടി ഇങ്ങനെ കൂടി പറയാറുണ്ട്, റാസ് മെക്കാനിസം എന്നുകൂടി പറയാറുണ്ട്. Okay, renin angiotensin aldosterone mechanism. And the second one is antidiuretic hormone mechanism. Antidiuretic hormone mechanism. ഇതിൽ ആദ്യം നമുക്ക്
renin angiotensin aldosterone mechanism, RAS മെക്കാനിസത്തെ കുറിച്ച് നോക്കാം. It is a long-term regulation of blood pressure. Important ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്, ഓർത്ത് വയ്ക്കാം. Renin angiotensin aldosterone mechanism is a long-term regulation of blood pressure. Next point, renin is released by the kidney. കിഡ്നിയിൽ നിന്നും എന്ത് റിലീസ് ചെയ്യുന്നു? renin റിലീസ് ചെയ്യുന്നു. Okay, in response to low blood pressure. ബ്ലഡ് പ്രഷർ കുറയുമ്പോൾ എന്ത് ചെയ്യുന്നു? കിഡ്നിയിൽ നിന്നും renin റിലീസ് ചെയ്യുന്നു. renin promotes the production of angiotensin 2. It causes the vasoconstriction and an increase in aldosterone secretion. renin ഉണ്ടാവുന്നതിന്റെ ഫലമായിട്ട് angiotensin 2 ഫോം ചെയ്യുന്നു, which causes the vasoconstriction. Angiotensin 2 causes the vasoconstriction and an increase in aldosterone secretion. Aldosterone secrete ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പൊ ആദ്യം എന്ത് സംഭവിക്കുന്നു? കിഡ്നിയിൽ നിന്നും renin ഫോം ചെയ്യുന്നു. എപ്പോ? ബ്ലഡ് പ്രഷർ കുറയുന്ന സമയത്ത്. ഓക്കെ, ലോ BP ആവുന്ന സമയത്ത് കിഡ്നിയിൽ നിന്നും renin ഫോം ചെയ്യുന്നു. renin ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ it promotes the production of angiotensin 2. angiotensin 2ന്റെ പ്രൊഡക്ഷൻ ഈ ഒരു renin പ്രൊമോട്ട് ചെയ്യുന്നു. ഓക്കെ, ദിസ് production of angiotensin 2 causes vasoconstriction and an increase in the aldosterone secretion. vasoconstriction ഉണ്ടാവുന്നു, അതുപോലെ തന്നെ ആൽഡോസ്റ്റിറോൺ സെക്രീഷനും കൂടുന്നു. ആൽഡോസ്റ്റിറോൺ കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കപ്പെടുന്നു. ആൽഡോസ്റ്റിറോൺ മെയിൻറ്റെയിൻ ദ ബ്ലഡ് വോളിയം ബൈ ഡിക്രീസിംഗ് ദ യൂറിൻ പ്രൊഡക്ഷൻ. aldosterone maintain the blood volume by decreasing the urine production. Urine production decrease ചെയ്തുകൊണ്ട് aldosterone എന്ത് ചെയ്യുന്നു? ബ്ലഡ് വോളിയം മെയിൻറ്റെയിൻ ചെയ്യുന്നു. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. liver produce angiotensinogen and this angiotensinogen it is converted into angiotensin 1. Angiotensinogen is converted into angiotensin 1 by the activity of renin. renin എന്ത് ചെയ്യുന്നു? ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ആക്കി മാറ്റുന്നു. ഓക്കെ, renin എവിടുന്നാ ഫോം ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു കിഡ്നിയിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. ക്ലിയർ? Then angiotensin 1 is converted into angiotensin 2 by the activity of the enzyme angiotensin converting enzyme. Okay, angiotensin 1 is converted into angiotensin 2 by the enzyme angiotensin converting enzyme. Angiotensin converting enzyme എന്ത് ചെയ്യുന്നു? angiotensin 1നെ angiotensin 2 ആക്കി മാറ്റുന്നു. And as a result of this, aldosterone is produced. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, aldosterone പ്രൊഡ്യൂസ് ചെയ്യുന്നു. aldosterone എന്ത് ചെയ്യുന്നുണ്ട്? യൂറിന്റെ ലെവല് കുറയ്ക്കുന്നുണ്ട് അല്ലെ, സോഡിയം ആൻഡ് വാട്ടർ റിട്ടൻഷന് വേണ്ടി and aldosterone help ചെയ്യുന്നുണ്ട്. Then this also leads to the vasoconstriction and there will be an increase in the blood pressure. Hormonal regulation of blood pressure ല ആദ്യത്തെ RAS മെക്കാനിസം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് ഇസ് ആന്റിഡയൂററ്റിക് ഹോർമോൺ മെക്കാനിസം. ഓക്കെ, ആന്റിഡയൂററ്റിക് ഹോർമോൺ മെക്കാനിസം, അതായത് ADH മെക്കാനിസം എന്നും പറയും. ADH മെക്കാനിസം നോക്കാം. ആന്റിഡയൂററ്റിക് ഹോർമോൺ ADH is also called as vasopressin. It is also called as vasopressin. ADH എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് രണ്ട് പേരുണ്ട് അല്ലെ, അതായത് ആന്റിഡയൂററ്റിക് ഹോർമോൺ എന്നും പറയാറുണ്ട്, vasopressin എന്നും പറയാറുണ്ട്. It is mainly involved in, ADH is mainly involved in regulating and balancing the amount of water in the blood. It is mainly involved in regulating and balancing the amount of water in blood and increasing the glomerular blood flow by increasing the blood pressure. I repeat, it is mainly involved in regulating and balancing the amount of water in the blood and increasing the glomerular blood flow. ഗ്ലോമറുലസിലൂടെയുള്ള നമ്മുടെ നെഫ്രോണില് ഗ്ലോമറുലസ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട് അല്ലെ, അപ്പൊ ആ ഒരു ഗ്ലോമറുലസിലൂടെയുള്ള ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നു ബൈ ഇൻക്രീസിംഗ് ദ ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഗ്ലോമറുലസിലൂടെയുള്ള ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് മെയിൻലി ഇൻവോൾവ് ഇൻ റെഗുലേറ്റിംഗ് ആൻഡ് ബാലൻസിംഗ് ദ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ദ ബ്ലഡ് ആൻഡ് ഇൻക്രീസിംഗ് ദ ഗ്ലോമറുലാർ ബ്ലഡ് ഫ്ലോ ബൈ ഇൻക്രീസിംഗ് ദ blood pressure. Then higher the concentration of ADH tightens the blood vessels. ADH ന്റെ concentration increase ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവുന്നു? It tightens the blood vessels which increases the blood pressure. അതിന്റെ ഫലമായിട്ട് blood pressure increase ചെയ്യുന്നു.
The ADH is activated by the posterior portion of the pituitary gland. ADH is activated by the posterior portion of the pituitary gland. The antidiuretic hormone is secreted by the neurohypophysis of the pituitary gland. അപ്പോൾ ഈ ഒരു ADH എന്ന് പറയുന്നത് ഹോർമോൺ, ഈ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? It is produced by the neurohypophysis. It is produced by neurohypophysis of the pituitary gland. Pituitary glandന്റെ neurohypophysis-ൽ നിന്നാണ് ADH ഫോം ചെയ്യുന്നത്. Since it stimulates the constriction of blood vessels and results in an increase in blood pressure, therefore it is called as vasopressin. ഈ ഒരു ADH എന്ന് പറയുന്ന ഹോർമോൺ എന്ത് ചെയ്യുന്നു? It stimulates the constriction of blood vessels. It stimulates the constriction of blood vessels and results in an increase in blood pressure. Okay, ADH stimulates the constriction of blood vessels and results in an increase in blood pressure. Therefore, it is called as vasopressin. Okay, ADH-നെ അതുകൊണ്ടാണ് ഇത് പറയുന്നത് vasopressin എന്ന് പറയുന്നത്. ADH എങ്ങനെയാണ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. Osmoreceptors detect the increased osmotic pressure and baroreceptors detect the decreased blood pressure. I repeat, osmoreceptors detect the increased osmotic pressure and baroreceptors detect the decreased blood pressure. And as a result of this, the hypothalamic neurosecretory cells activated. Okay, as a result of this, hypothalamic neurosecretory cells activated. And from the hypothalamic neurosecretory cells, ADH is synthesized and released. ADH synthesize ചെയ്യുകയും release ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എവിടെ നിന്നാണ്? From the hypothalamic neurosecretory cells. Then the nerve impulses liberate the ADH from axon terminals in the posterior pituitary into the bloodstream. I repeat, the nerve impulses liberate ADH from axon terminals in the posterior pituitary into the bloodstream. And as a result of this, the blood vessels constricted or vasoconstriction occurs. Kidney എന്ത് സംഭവിക്കുന്നു? Increased reabsorption of water takes place. Okay, this leads to increase in blood volume and blood pressure. ഒരിക്കൽ കൂടി പറയാം, ADH എങ്ങനെയാണ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താ നമ്മൾ പറഞ്ഞ? Osmoreceptors detect the increased osmotic pressure and baroreceptors detect the decreased blood pressure. Okay, and as a result of this, the hypothalamic neurosecretory cells become activated. Okay, then ADH is released from the hypothalamic neurosecretory cells. ADH എവിടുന്ന് റിലീസ് ചെയ്യുന്നു? ഹൈപ്പോതലാമിക് ന്യൂറോസെക്രീറ്ററി സെൽസിൽ നിന്നും റിലീസ് ചെയ്യുന്നു. Nerve impulses liberate the ADH from axon terminals in the posterior pituitary into bloodstream. Then it leads to vasoconstriction in blood vessels. Then കിഡ്നിയിൽ എന്ത് സംഭവിക്കുന്നു? Increased reabsorption of water നടക്കുന്നു. Okay, this leads to increased blood volume and increased blood pressure. ഇത്രയുമാണ് നമുക്ക് ADHന്റെ പ്രഷർ റെഗുലേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രഷർ റെഗുലേറ്റിംഗ് മെക്കാനിസംസിനെ കുറിച്ചാണ്. ഇതിൽ 4 മെക്കാനിസത്തെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ വീഡിയോ ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.